പകർച്ചവ്യാധി പ്രതിരോധത്തിൽ സർക്കാരിനെതിരെ നിയമസഭയിൽ കടുത്ത വിമർശനവുമായി പ്രതിപക്ഷം. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കുന്നതിൽ സർക്കാർ സമ്പൂർണ്ണ പരാജയമാണ്. ആരോഗ്യവകുപ്പ് കുത്തഴിഞ്ഞുവെന്നാരോപിച്ച് പി എ മുഹമ്മദ് റിയാസ് എം.എൽ.എ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. മലബാറിൽ 4 ജില്ലകളിൽ DMO ഇല്ല എന്ന് റിയാസ്. ആരോഗ്യമന്ത്രിയുടെ പഴയ പരാമർശങ്ങളടക്കം ആയുധമാക്കിയായിരുന്നു പ്രതിപക്ഷത്തിന്റെ വിമർശനം. എരണം കെട്ടവർ ഇരിക്കുന്നത് കൊണ്ടാണോ നിപ്പ വന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പരിഹസിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വീഴ്ചയില്ല എന്നാണ് ആരോഗ്യവകുപ്പിന്റെ മറുപടി. സർക്കാരിനോട് കൂറില്ലാത്ത ഉദ്യോഗസ്ഥരെ കസേര മാറ്റിയിരുത്തുമെന്നും ഇനിയും അത് തുടരുമെന്നുമായിരുന്നു മന്ത്രി കെ മുരളീധരന്റെ മറുപടി. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. 2021 ഡിസംബർ 28-ന് LDF ഭരണകാലത്ത് അന്നത്തെ വടകര MP കൂടിയായ ഇന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഒരു പ്രസംഗം ഇങ്ങനെയായിരുന്നു: എരണം കെട്ടവൻ നാട് ഭരിച്ചാൽ നാട് മുടിയും. നിപ്പ പോലെ ഇതുവരെ കേൾക്കാത്ത രോഗങ്ങൾ കേരളത്തിൽ ബാധിക്കുന്നു. വവ്വാലാണത്രേ അത് പരത്തുന്നത്. കെ കരുണാകരനും AK ആന്റണിയും ഉമ്മൻചാണ്ടിയും ഭരിച്ചപ്പോൾ നാട്ടിൽ വവ്വാൽ ഉണ്ടായിരുന്നില്ലേ? ഇപ്പോൾ വവ്വാൽ രോഗം പരത്താൻ കാരണം ഭരിക്കുന്നവർ ശരിയല്ലാത്തത് കൊണ്ടാണ്. പക്ഷെ ഞങ്ങൾ ഈ കാഴ്ചപ്പാടുള്ളവരല്ല സർ. വ്യക്തിപരമായി മന്ത്രിയെയോ മുഖ്യമന്ത്രിയെയോ ഈ വിഷയത്തിൽ അധിക്ഷേപിക്കാൻ ഞങ്ങളില്ല. അത് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ സംസ്കാരമല്ല എന്നുള്ളത് ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സർ. സാധാരണഗതിയിൽ ഇപ്പോൾ വന്നത് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ എരണം കെട്ടവർ ഇരിക്കുമ്പോൾ ആ രോഗം ഇങ്ങോട്ട് വന്നതാണ് എന്നാണ് അദ്ദേഹത്തിന് തോന്നിയിരുന്നത്. ഏതായാലും ആ എരണം കെട്ടവർ ചെയ്തൊരു കാര്യങ്ങളുണ്ടായിരുന്നു. അത് ഇവിടെ മരണപ്പെട്ടവരുടെ എണ്ണം ആ വർഷത്തത് അദ്ദേഹം എടുത്ത് ഉദ്ധരിച്ചപ്പോൾ സർ അപ്പുറത്ത് കൈയടിക്കുന്നത് കേട്ടല്ലോ. അത് എണ്ണം കെട്ടവരായതുകൊണ്ടല്ല, ആ രോഗത്തിൻ്റെ മാരകമായ പ്രകടശേഷിയാണത് കാണിക്കുന്നത്. അല്ല സാർ, ആരോഗ്യവകുപ്പിൽ നിന്ന് ആകെ നേരിടുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ റീൽസും അവസാനത്തെ 5 വർഷത്തെ വീണ വീട്ടലുമായിരുന്നു സാർ ആരോഗ്യവകുപ്പുണ്ടായ ഏതൊരു പ്രശ്നം എന്ന് പറയുന്നത്. ചില ഉദ്യോഗസ്ഥന്മാർ ഭരണം മാറിയതറിയാതെ കഴിഞ്ഞ സർക്കാരിനോട് കൂറ് കാണിക്കുന്ന ചില പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ അവരിന്ന് കസാല മാറ്റിയിരുത്തിയിട്ടേ ഉള്ളൂ സാർ. മറ്റൊരു കുഴപ്പമുണ്ടായിട്ടില്ല. റോഷിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. റോഷിപാൽ, മൂർച്ചയേറിയ തർക്കമാണ് സഭയിൽ കാണുന്നത്. കൊണ്ടും കൊള്ളിച്ചുമാണ് ഓരോ വാക്കും ഓരോ നേതാക്കളും, അത് പി എ മുഹമ്മദ് റിയാസ് ആകട്ടെ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനാകട്ടെ, ആരോഗ്യമന്ത്രി കെ മുരളീധരനാകട്ടെ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൃത്യമായി മുറിവേൽക്കുന്ന തരത്തിൽ തന്നെയുള്ള വാക്പോരിലാണ് ഇന്ന് സഭ സാക്ഷ്യം വഹിച്ചത്. ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട വീഴ്ചകൾ തന്നെയാണ് ചൂണ്ടിക്കാട്ടിയത്. 4 അല്ല 5 DMO ഇല്ല, അത് വേണ്ടതുണ്ട്, അവർക്ക് ഫണ്ട് വേണ്ടതുണ്ട് എന്നുകൂടി പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിക്കുന്നു. മധു, ആരോഗ്യവകുപ്പ് സമ്പൂർണ്ണ പരാജയം എന്ന് തന്നെയാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. കാരണം പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. മാത്രവുമല്ല, നിപ വന്നപ്പോൾ അവിടെ എത്തേണ്ട മന്ത്രി ദിവസങ്ങൾ വൈകിയാണ് എത്തിച്ചേർന്നത് എന്ന ആക്ഷേപം കൂടി ഉയർത്തുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് തന്നെയാണ് അത് വിമർശനമായി വരുത്തിയത്. മാത്രവുമല്ല, നേരത്തെ UDF പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കെ മുരളീധരൻ നടത്തിയ പ്രസംഗങ്ങൾ, ആരോഗ്യവകുപ്പിനെതിരെ നടത്തിയ പരാമർശങ്ങൾ, അതൊക്കെ പരിഹാസ രൂപേണ പ്രതിപക്ഷ നേതാക്കൾ സഭയിൽ ഉന്നയിക്കുകയും ചെയ്തു. പക്ഷേ അതുപോലെ ഇപ്പോൾ ആരോഗ്യമന്ത്രിക്കെതിരെ പറയുന്നില്ല എന്നാണ് മുൻ റവന്യൂ മന്ത്രി കൂടിയായ കെ രാജൻ സഭയിൽ പറഞ്ഞത്. ഏതായാലും ആരോഗ്യവകുപ്പിന് ഒരു തരത്തിലും ഈ പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല. അതിൽ എബോളയടക്കം സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത് പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചു. മാത്രവുമല്ല, ഇപ്പോൾ കസേര കളിയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിൽ നടക്കുന്നത്. കസേര അധികാര തർക്കം നടക്കുന്നു. അതൊക്കെ ഭരണസ്തംഭനത്തിന് വഴിയൊരുക്കുന്നു എന്ന വിമർശനം കൂടി ഉയർത്തുന്നുണ്ട്. ഇതിന് ഒരു തരത്തിലും അങ്ങനെ പകർച്ചവ്യാധി നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യം സംസ്ഥാനത്തില്ല. ആരോഗ്യവകുപ്പ് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നു. പകർച്ചവ്യാധി നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള അതിൻ്റെ മുന്നൊരുക്കങ്ങളാകട്ടെ, അതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികളാകട്ടെ എല്ലാം ആരോഗ്യവകുപ്പ് നടത്തുന്നുണ്ട് എന്നുകൂടി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വിശദീകരിച്ചു. അതേസമയം തന്നെ കഴിഞ്ഞ 10 വർഷമായി LDFനോട് ചേർന്ന് നിൽക്കുന്ന ഉദ്യോഗസ്ഥർ ഇപ്പോഴും ആ മനോഭാവം പുലർത്തുന്നു. അവരെ മാറ്റിയിരുത്തുകയാണ് ചെയ്യുന്നത്. ഇനിയും അത് തുടരും എന്നുകൂടി ആരോഗ്യമന്ത്രി പറയുകയും ചെയ്യുന്നു. റോഷിപാൽ, മധു, DHS റീനയെ മാറ്റിയതുമായി ബന്ധപ്പെട്ടാണ് അങ്ങനെ ഒരു പരാമർശം മന്ത്രിയുടെ ഭാഗത്തുണ്ടായത്. സർക്കാർ ഉത്തരവാദിത്തം നിർവഹിക്കാൻ പറ്റാത്ത ഉദ്യോഗസ്ഥന്മാരെ ഇനിയും കസേര മാറ്റി നിർത്തും എന്ന് തന്നെയാണ് പറയുന്നത്. മുൻ സർക്കാരിൻ്റെ കാലത്തെ നിലപാടല്ല. സ്വാഭാവികമായും UDF സർക്കാരിൻ്റെ കാലത്ത് സർക്കാരുമായി സഹകരിക്കാത്ത, ആരോഗ്യവകുപ്പുമായി സഹകരിക്കാത്ത ഉദ്യോഗസ്ഥന്മാർക്ക് അവിടെ കസേര ഉണ്ടാകില്ല
എന്ന സൂചന കൂടിയാണ് മന്ത്രി നൽകുന്നത്. ഇനിയും മാറ്റമുണ്ടാകും. കാരണം അത് സംബന്ധിച്ച് നിയമ നടപടികൾ ഒരു ഭാഗത്ത് നടക്കുന്നു, പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധങ്ങളൊക്കെ അവഗണിച്ച് ഇനിയും ആരോഗ്യവകുപ്പുമായി സഹകരിക്കാത്ത ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകും. അത് സ്ഥലമാറ്റമായിരിക്കുമെന്ന് തന്നെയാണ് മന്ത്രി പറയുന്നത്. ഏതായാലും നിലവിൽ സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ നിയന്ത്രണ വിധേയം തന്നെയാണ് എന്ന നിലപാടിലേക്ക് സർക്കാർ എത്തുന്നു. അതുകൊണ്ട് തന്നെ ആ വിശദീകരണത്തിലാണ് ഇന്ന് അവതരണാനുമതി അടിയന്തര പ്രമേയ നോട്ടീസിന് നിഷേധിച്ചത് സ്പീക്കർ. ഇറങ്ങിപ്പോവുകയും ചെയ്തു. സഭ ബഹിഷ്കരിക്കുകയായിരുന്നല്ലോ. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചുകൊണ്ട് എന്താണ് ട്രഷറി ബെഞ്ചിൽ നിന്ന് പറഞ്ഞത്? മാധു, ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ചർച്ചയ്ക്കിടയിൽ തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് അതിൽ ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് തന്നെ സ്പീക്കർക്കെതിരെ ഒരു വിമർശനം വരികയും ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കൂടുതൽ സമയം നൽകി എന്നൊരു വിമർശനമാണ്. അത് റവന്യൂ മന്ത്രി AP അനിൽകുമാറാണ് ആ വിമർശനം ഉയർത്തിയത്. അതുകൊണ്ട് ഇനി ഈ സംസാരിക്കുന്ന ഈ അടിയന്തര പ്രമേയ ഘട്ടത്തിൽ ശൂന്യവേളയിൽ സംസാരിക്കുന്നതിന് ഒരു സമയക്രമം ഉണ്ടാക്കാമെന്നാണ് സ്പീക്കർ പറഞ്ഞത്. നിലവിലെ സാഹചര്യത്തിൽ കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലം, കഴിഞ്ഞ 10 വർഷക്കാലം ആരോഗ്യമേഖല തകർത്തു തരിപ്പണമാക്കിയെന്ന ആക്ഷേപമാണ് ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. അങ്ങനെ തകർത്ത ആരോഗ്യമേഖലയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ K മുരളീധരൻ സ്വീകരിക്കുന്നത്. ആ നടപടികളാണ് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത് എന്നാണ് മുരളീധരന്റെ ഭാഗത്ത്, ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് വരുന്ന വിശദീകരണം. അതുകൊണ്ട് തന്നെയാണ് ഈ അടിയന്തര പ്രമേയ നോട്ടീസ് പ്രസക്തമല്ല എന്നൊരു വാദം അത് ഭരണപക്ഷം ഉയർത്തുന്നതും. ആരോഗ്യമന്ത്രിയുടെ വിശദീകരണമാണ് അവിടെ മുഖവിലക്കെടുത്ത് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കപ്പെട്ടത്. ആറുഷിപ്പാലാണ് വിവരങ്ങൾ നൽകിയത്. എണ്ണി പറയുന്നുണ്ടായിരുന്നു ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഘടകവിരുദ്ധമായ അഭിപ്രായം